9,200 കോടി പൊളിറ്റിക്കൽ പാർട്ടീസ് വഴി ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കിയത് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു ബിജു എന്നൊരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു 10 ലക്ഷം രൂപ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്തു. അതായത് രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ ഈ ഡൊണേഷൻ 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 80G, 80G, ഈ 2 സെക്ഷനിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ടാക്സിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ജെനുവിൻ ട്രാൻസാക്ഷൻ ആണ്. ഈ ജെനുവിൻ ആയിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യും? ഇതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബില്ലും കാര്യങ്ങളും കിട്ടും ചെയ്യും. അപ്പോൾ ബിജു കൊടുക്കുന്ന 10 ലക്ഷം രൂപ നഷ്ടമല്ലേ? അല്ല, നഷ്ടമല്ല. എന്താ വെച്ചാൽ ഇത് ഫുള്ള് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു നെറ്റ്വർക്കിന്റെ ബേസിലായതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യും? തിരിച്ച് ഈ എമൗണ്ട് ക്യാഷ് ആയിട്ട് ഇയാൾക്ക് 9,99,000 സംതിങ് ചെറിയൊരു കമ്മീഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ച് റിട്ടേൺ കൊടുക്കും. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഇൻകം ടാക്സബിൾ അല്ലേ? അതെ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിക്ക് ഇൻകം ആയിട്ടെന്നാണ് വരിക. പൊളിറ്റിക്കൽ പാർട്ടി ഇൻകം തന്നെയാണത്. പക്ഷേ ഈ ഒരു സെക്ഷൻ 13A എന്നുള്ള വളണ്ടറി കോൺട്രിബ്യൂഷൻ വഴി ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊളിറ്റിക്കൽ പാർട്ടി ഇതിന് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, അഡ്വക്കേറ്റ് ഉണ്ടാവും, ഗവൺമെൻറ് ഓഫീസേഴ്സ് വരെ ഉണ്ടാവും. ഈ ആൾക്കാരാണ് ഈ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഇവർക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ബിജുവിന് എന്ത് ചെയ്യും? ഇവർക്ക് ഡൊണേഷൻ റീഫണ്ട് ആവും, അതുപോലെ തന്നെ TDS ഉണ്ടെങ്കിൽ അത് റീഫണ്ട് ആവും. ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കാണെങ്കിലോ ഈ ഒരു കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ചെറിയൊരു എമൗണ്ട് കമ്മീഷന് കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? കിട്ടുന്ന എമൗണ്ട് എക്സംപ്റ്റും ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ സ്കാം വീഡിയോസിനോട് ഞാൻ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.